അഴിമതിയുടെ മഹാകാവ്യം. പുറത്തൂർ പഞ്ചായത്തിലെ 50 വർഷങ്ങളുടെ ഭരണരംഗം. അർദ്ധനൂറ്റാണ്ടായി പുറത്തൂർ പഞ്ചായത്തിൽ CPM ഭരണം തുടരുന്നു. ജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ട പദ്ധതികൾ വഴിമാറ്റുകയും ജനങ്ങളുടെ നികുതിപ്പണം സ്വന്തം പോക്കറ്റിലേക്ക് ഒഴുക്കുന്ന പദ്ധതികളുമാണ് നിരന്തരം നടപ്പിലാക്കിയിരുന്നത്. കണക്കുകൾ തെറ്റിക്കാതെ തെളിവുകളോടെ അഴിമതിയുടെ നേർസത്യങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. അഴിമതി നമ്പർ 1. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ മറവിൽ പഞ്ചായത്തിലെ പ്രധാന അങ്ങാടികളിൽ സ്ഥാപിച്ച വേസ്റ്റ് ബിന്നുകൾക്കായി വലിയ തുക ചെലവാക്കിയെന്ന് കണക്കുകളിൽ രേഖപ്പെടുത്തി. യാഥാർത്ഥ്യം, ഓരോ വേസ്റ്റ് ബിൻ സ്ഥാപിക്കാനുള്ള ചെലവ് 3000, അതായത് 30 സ്ഥലങ്ങളിലായി 90000. എന്നാൽ കണക്കിൽ കാണിച്ചിരിക്കുന്നത് 6200 വീതം. ആകെ 1,86,000 രൂപ. ഏകദേശം 1 ലക്ഷത്തിലധികം തുക എവിടെ പോയി? ഇത് മാലിന്യ സംസ്കരണമല്ല, പെരുകുന്ന അഴിമതിയുടെ ദുർഗന്ധമാണ്. അഴിമതി നമ്പർ 2. തെരുവ് സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ സൗന്ദര്യവൽക്കരണ പദ്ധതി എന്ന പേരിൽ 4 ഇരുമ്പ് കമ്പി വളച്ചുവെച്ച് കുറെ ചെടിവെക്കൽ. പദ്ധതി പൂർത്തിയാക്കിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ സ്ഥലത്ത് ഇന്ന് ചെടിച്ചട്ടിയുടെ ഒരു കണിക പോലും കാണാനില്ല. പദ്ധതി ചെലവ് 50,000 രൂപ. ബില്ലിൽ കാണിച്ചിരിക്കുന്നത് 1,50,000. പഞ്ചായത്ത് ഭരണസമിതി പൊക്കിത്തിന്നത് ഏകദേശം 1 ലക്ഷം. ഇത് ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണ്. അഴിമതി നമ്പർ 3. ബീച്ച് ഫെസ്റ്റിവൽ. കലയുടെ പേരിൽ കവർച്ച. ബീച്ച് ഫെസ്റ്റിവലുകൾ CPM നേതാക്കൾ നടത്തിയത് കലാപ്രേമത്തിലോ നാടിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിനോ വേണ്ടിയല്ല, ഇവരുടെ വരുമാന മാർഗത്തിനാണ്. പഞ്ചായത്ത് വക 5 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതു മതി എന്നു കരുതാതെ ഓരോ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും 200 രൂപയും പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് വേറെയും ഇവർ പിടിച്ചു പറിച്ചു. ജനങ്ങൾക്കറിയാം, ദിവസേന നടത്തിയ പരിപാടികളെല്ലാം വിവിധ സ്ഥാപനങ്ങളാണ് സ്പോൺസർ ചെയ്തത്. സ്പോൺസർമാർ ചെലവ് വഹിച്ചു, ജനങ്ങൾ പിരിവു നൽകി. എന്നാൽ ബില്ലിൽ ചെലവഴിച്ചതായി 5 ലക്ഷം രൂപ രേഖപ്പെടുത്തി. പിരിവ് നൽകാതെ നിൽക്കുകയാണെങ്കിൽ ജീവനും സ്വത്തിനും വരെ ഭീഷണി നേരിടേണ്ടി വരുമെന്ന പേടി ജനങ്ങളെ നിസ്സഹായരാക്കി. പാവങ്ങളുടെ കയ്യിൽ നിന്നും പിഴിഞ്ഞെടുത്ത ആ തുക എത്രയാണെന്ന് വെളിപ്പെടുത്താൻ ധൈര്യമുണ്ടോ CPM നേതാക്കളെ? അഴിമതി നമ്പർ 4. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പേരിൽ ബഡ്സ് സ്കൂളിന്റെ മറവിൽ വലിയ അഴിമതിയും ഫണ്ട് ദുർവിനിയോഗവുമാണ് നടന്നിട്ടുള്ളത്. CPM ഭരണസമിതിയോട് ഒരു ചോദ്യം. ബഡ്സ് സ്കൂളിനു വേണ്ടി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം താനൂരിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്ന 2 ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ ആരാണ് പിൻവലിച്ചത്? എങ്ങനെയാണ് പിൻവലിച്ചത്? പഞ്ചായത്ത് ബഡ്സ് സ്കൂളിനു വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിന് പുറമെ നിങ്ങൾ പൗരപ്രമുഖരിൽ നിന്ന് പിരിച്ചെടുത്ത പണം നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചത്? അതിന്റെ കണക്കുകൾ നിങ്ങൾ ഈ ജനങ്ങൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തണം. സഖാക്കളെ, നിങ്ങൾ ഒന്നോർക്കണം, പൊതുജനങ്ങൾ കഴുതകളല്ല. കഴിഞ്ഞിട്ടില്ല സഖാക്കളുടെ അഴിമതി കഥകൾ. ഇതുവരെ പുറത്തു വന്നതെല്ലാം വെറും തലോടലുകൾ മാത്രമാണെന്ന് പറയേണ്ടി വരും. കക്കൂസ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിലും സഖാക്കൾ കൈയിട്ട് വാരിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞോ? ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു പദ്ധതിയെ, മൊബൈൽ സെപ്റ്റി ടാങ്ക് പദ്ധതി നടപ്പാക്കിയതിന്റെ മറവിൽ CPM പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പങ്കിട്ടെടുത്തത് ഏകദേശം 49 ലക്ഷം രൂപ. പദ്ധതിയുടെ ലക്ഷ്യവും ഫലവും ഒന്നുമല്ല, കമ്മീഷൻ കിട്ടുമോ ഇല്ലയോ എന്നതാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എഴുതിത്തള്ളുന്ന ശൈലി. ജനങ്ങളുടെ പണം കളയുന്ന കരാർ പദ്ധതികൾ കൊണ്ടുവന്ന് അതിന്റെ പേരിൽ വലിയ കമ്മീഷനുകൾ അടിച്ചുമാറ്റുക. ഇതാണ് സഖാക്കളുടെ പ്രവർത്തന രീതി. അഴിമതി നമ്പർ 6. സ്ട്രീറ്റ് ലൈറ്റിന്റെ കളവ്. ഇവിടെ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റിന് യഥാർത്ഥ ചെലവ് എത്രയായിരിക്കണം എന്നറിയാമോ? ഏകദേശം 1200 മാത്രം. പക്ഷേ CPM ഭരിക്കുന്ന പുറത്തൂർ പഞ്ചായത്ത് ഭരണസമിതി നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് ഇതിന്റെ വില 3200 ആണ്. അതായത് ഓരോ സ്ട്രീറ്റ് ലൈറ്റിനും 2000 രൂപ നേരിട്ട് വെട്ടിച്ചെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ വാർഡിനും 40 ബൾബുകൾ വീതം നൽകിയപ്പോൾ 19 വാർഡുകളിലേക്കായി ഏകദേശം 800 ബൾബുകൾ സ്ഥാപിച്ചു. അപ്പോൾ കണക്കായി നോക്കുമ്പോൾ 80 ഗുണം 2000 16 ലക്ഷം രൂപ. ജനങ്ങളുടെ നികുതിപ്പണം ഏകദേശം 16 ലക്ഷം രൂപ ഭരണസമിതിയുടെ കൈകളിലേക്ക് വഴുതിക്കയറി. അതും ചെയ്തിട്ട് ഇന്ന് പുറത്തു നടക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കണ്ണുചിമ്മി അർദ്ധമരണം കിടക്കുന്നത് മാത്രം. പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള കേസിൽപ്പെട്ടിരുന്ന മറ്റൊരാളുടെ സ്വകാര്യ ഭൂമിയിൽ
തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് പൊതുകുളം നിർമ്മിച്ചുവെന്ന പേരിൽ നടന്നത് ചെറിയ അഴിമതിയല്ല, വമ്പിച്ച സാമ്പത്തിക ചൂഷണമാണ്. ഏറ്റവും പരിഹാസ്യകരമായ യാഥാർത്ഥ്യം, പൊതുകുളം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം അത് പഞ്ചായത്തിന്റെ സ്വത്തല്ല. പുറമേ കുളം പണിതതിനു ശേഷം അതിന്റെ മുന്നിൽ വലിയ ഒരു കടയും ഉയർന്നു വന്നത് ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം പൊതു ഉപകാരമില്ലാത്തതായിരുന്നു എന്നതിന്റെ തെളിവായി ഗ്രാമവാസികൾ കാണിക്കുന്നു. ജനങ്ങൾ ചോദിക്കുന്നു, പൊതുപ്പണം ചെലവഴിച്ചത് പൊതുജനത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ചിലർക്ക് ലാഭമുണ്ടാക്കാനായോ? അതുമാത്രമല്ല, കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി 2022-23 സാമ്പത്തിക വർഷത്തിൽ ടാങ്കർ ലോറികൾ ഓടിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുക 13.5 ലക്ഷം. ഇത്രയും വലിയ തുക ചെലവഴിച്ചിട്ടും ഇന്നും കുടിവെള്ളക്ഷാമം തുടരുന്നു. അതിനാൽ ഗ്രാമവാസികളുടെ സംശയം വളരെ ശക്തമാണ്. കുടിവെള്ളത്തിന് മനഃപൂർവ്വമായി ക്ഷാമം സൃഷ്ടിച്ച് ടാങ്കർ ലോറി വഴി പണം ചോർക്കലായിരുന്നു യഥാർത്ഥ ലക്ഷ്യമോ? സംഭവങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ സംശയം സാധാരണമല്ല. പൊതുപണം സ്വകാര്യ ഭൂമിയിൽ ചെലവഴിച്ചു. അതിനു മുകളിൽ വലിയ ഒരു ഷോപ്പ് ഉയർന്നു. കുടിവെള്ളക്ഷാമത്തിന്റെ പേരിൽ വൻ തുക പിൻവലിച്ചു. ഇത് പരിശോധന ആവശ്യമായ അഴിമതിയുടെ വ്യക്തവും ശക്തവുമായ മാതൃകയാണ്. 9. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നടത്തപ്പെട്ട വർക്കിനായി സിമന്റ് ചാക്കുകൾ വാങ്ങുന്നതിൽ പോലും വലിയ വെട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. മാർക്കറ്റിൽ 400 രൂപ മാത്രമാണ് ഒരു സിമന്റ് ചാക്കിന്റെ യഥാർത്ഥ വില. എന്നാൽ പഞ്ചായത്തിന്റെ രേഖകൾ പ്രകാരം 629 രൂപ നിരക്കിലാണ് അതേ സിമന്റ് ചാക്കുകൾ വാങ്ങിയതായി കാണിക്കുന്നത്. അതായത് ഓരോ സിമന്റ് ചാക്കിലും 229 രൂപ. അത്രയ്ക്കും അധികമായി കണക്കാക്കി പൊതുജനങ്ങളുടെ സമ്പത്ത് പോക്കറ്റിൽ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിലെ എല്ലാ വർക്കുകളിലും രേഖകളിലെ കണക്കുകൂട്ടലുകളിലും വാങ്ങൽ വിൽക്കലുകളിലുമൊക്കെ ഈ വ്യത്യാസങ്ങൾ വെറും പിഴവുകളല്ല, മറിച്ച് ഓരോ പദ്ധതിയും മറവാക്കി വെച്ച് പൊതുപണം തട്ടിയെടുക്കുന്ന രീതിയാണ്. 10. പ്രിയപ്പെട്ട ജനങ്ങളെ, സഖാക്കൾ നിങ്ങളെ സേവിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്ത് ജനങ്ങളെ സഹായിക്കുന്നതിനായി വാഹനം ഓടിച്ചതെന്ന പേരിൽ മാത്രം ഭരണം നടത്തുന്ന പാർട്ടിയിലെ ഒരു നേതാവ് പൊതുഖജനാവിൽ നിന്നും ഏകദേശം 2,50,000 രൂപ സ്വന്തമാക്കി. ലാഭം നോക്കാതെ നാം എല്ലാവരും മനുഷ്യ സേവനത്തിനായി പ്രവർത്തിച്ചപ്പോൾ ചിലർ കോവിഡ് എന്ന ദുരന്തത്തെ തന്നെ മറപിടിച്ച് ജനങ്ങളുടെ ഫണ്ട് കൊള്ളയടിച്ചത് കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായ വഞ്ചനകളിലൊന്നാണ്.